വാനരന്മാരുടെയും ശ്രീരാമലക്ഷ്മണന്മാരുടെയും നേർക്ക് ഈ നാഗാസ്ത്രം മറഞ്ഞു നിന്നുകൊണ്ട് ഇന്ദ്രജിത്ത് പ്രയോഗിച്ചു. ആ നാഗാസ്ത്രത്തിൻ്റെ ശക്തിയിൽ രാമലക്ഷ്മണന്മാരും വാനര സൈന്യവും മൊത്തത്തിലെ മോഹാലസ്യപ്പെട്ട് അവർ ആ നാഗാസ്ത്രത്തിൻ്റെ ബന്ധനത്തിൽ പെട്ടുപോവുകയാണ്. അസ്ത്രങ്ങളും അവയ്ക്ക് പ്രത്യസ്ത്രങ്ങളുമുണ്ട്. ഇപ്പോൾ നമ്മളൊരു മിസൈൽ ഒന്ന് അയച്ചു കഴിഞ്ഞാൽ അതിനെ ഖണ്ഡിക്കാനായിട്ട് ഏത് തരത്തിലുള്ള മിസൈലുകൾ ഉപയോഗിക്കണമെന്നൊക്കെ ഇന്നത്തെ ശാസ്ത്രം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് പോലെ പ്രത്യക്ഷനാവുകയാണ്, ആ യുദ്ധരംഗത്തിലേക്ക് വരികയാണ്. ആ ഒരു വരവിനെ എഴുത്തച്ഛൻ വളരെ മനോഹരമായിട്ട് ഒരു 7-8 വരികളിലായിട്ട് നാഗങ്ങളുടെ ശത്രു ഗരുഡൻ എന്ന പദത്തിന് പകരം എഴുത്തച്ഛൻ ഉപയോഗിച്ച വാക്കുകളാണ്. നമസ്തേ. ആത്മാരാമത്തിൽ ഇന്ന് എനിക്കൊപ്പം ഉള്ളത് വട്ടപ്പാറ സോമശേഖരൻ നായരാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മള് രാമായണം എടുത്തു നോക്കുകയാണെങ്കിൽ രാമായണത്തിൽ നമുക്ക് ഗരുഡന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്ന ഒരുപാട് ആശയങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തുഞ്ചത്ത് എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് എടുക്കുകയാണെങ്കിൽ ശരിക്കും ഈ ഗരുഡന്റെ സാന്നിധ്യം ഉണ്ടോ? ശരിക്കും ഗരുഡന്റെ സാന്നിധ്യം അധ്യാത്മ രാമായണം കിളിപ്പാട്ടിൽ വരുന്നുണ്ട്. ഒരു സന്ദർഭത്തിൽ മാത്രമാണ് അത് വരുന്നത്. ഇപ്പം രാമായണത്തിലെ നമ്മളിപ്പോൾ ഏതാണ്ട് അവസാന ഭാഗത്ത് എത്തി നിൽക്കുന്ന സന്ദർഭം. കാരണം 6 കാണ്ഡങ്ങളുള്ളതിൽ യുദ്ധകാന്ഡം ആണിപ്പോൾ മിക്കവാറും ഇന്ന് പാരായണത്തിനൊക്കെ യുദ്ധകാന്ഡമാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധകാന്ഡത്തിൻ്റെ യുദ്ധം ആണ് അതിലെ വിഷയം എന്നുള്ളത് ആ പേര് കൊണ്ട് തന്നെ സൂചിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ യുദ്ധം ആരംഭിച്ചു. പിന്നെ ആ തുടക്കത്തിൽ രാവണ യുദ്ധം എന്ന് പറയുന്ന ഒരു സന്ദർഭം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ വാനരന്മാർ ഒരു വിഭാഗത്ത് വാനര സൈന്യവും രാമലക്ഷ്മണന്മാരും, മറുഭാഗത്ത് രാവണനും രാവണൻ്റെ അനുജനായ കുംഭകർണാദികളായിട്ടുള്ളവരും മറ്റ് പ്രഹസ്താദികളായിട്ടുള്ള എല്ലാ രാക്ഷസന്മാരും അണിനിരന്നുകൊണ്ടുള്ള ഒരു ഗംഭീരമായ യുദ്ധമാണ്. അപ്പോൾ ആ യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ ഗരുഡൻ പ്രത്യക്ഷപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പം അത് പെട്ടെന്ന് അത്ര നമ്മുടെ ശ്രദ്ധയിലേക്ക് വരാത്തൊരു സന്ദർഭമായിട്ടാണ് പലപ്പോഴും അനുഭവപ്പെടുന്നത്. കാരണം അവിടെ ഗരുഡൻ എന്നുള്ള ആ ഒരു പേര് വാസ്തവത്തിൽ എഴുത്തച്ഛൻ അവിടെ ആ പേര് ഗരുഡൻ എന്ന് ഉപയോഗിക്കുന്നില്ല. പകരം ഗരുഡൻ്റെ പര്യായ ശബ്ദങ്ങളാണ് അദ്ദേഹം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സന്ദർഭം എന്ന് പറയുമ്പോൾ യുദ്ധം വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കെ വിജയവും പരാജയവും ഒക്കെ മാറി മാറി വരുന്നുണ്ട്. എങ്കിലും ഒരു ദിവസത്തെ ആ യുദ്ധത്തിൽ ഇന്ദ്രജിത്ത്, രാവണന്റെ മൂത്ത മകൻ മേഘനാഥൻ എന്നുകൂടി പേരുള്ള ഇന്ദ്രജിത്ത് ബാലിയുടെ പുത്രനായ അംഗദനുമായിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സന്ദർഭമുണ്ട്. അത് ഒരു പൊരിഞ്ഞ യുദ്ധം തന്നെയായിരുന്നു അവർ തമ്മിൽ നടന്നത്, യുവതലമുറകൾ തമ്മിലുള്ള യുദ്ധം. അതെ അതെ. അങ്ങനെയുള്ള ആ യുദ്ധത്തില് ശരിക്കും പറഞ്ഞാൽ ഇന്ദ്രനെ പോലും ജയിച്ചവനാണ് ഇന്ദ്രജിത്ത്. അതുകൊണ്ടാണ് ഇന്ദ്രജിത്ത് എന്ന പേര് തന്നെ കിട്ടിയത്. പക്ഷേ ഇന്ദ്രജിത്തിന് പരാജയം സംഭവിക്കാനുണ്ടായത് ആ സന്ദർഭത്തിൽ അംഗദനോട് പരാജയപ്പെടും. അംഗദനോട് പരാജയപ്പെടുകയും വാനരന്മാർക്ക് അന്ന് യുദ്ധത്തിൽ മേൽക്കൈ ലഭിക്കുകയും ചെയ്തു. അവർ വിജയം കൈവരിച്ചു അന്നത്തെ യുദ്ധത്തിൽ. അപ്പോൾ പിന്നെ അവിടെ നിൽക്കാൻ പറ്റാതെ ഇന്ദ്രജിത്ത് മായാവിയും കൂടെയാണ്. രാക്ഷസന്മാരൊക്കെ പൊതുവെ മായാവികളാണ്, അവർക്ക് ഇന്ദ്രജാലങ്ങളൊക്കെ ധാരാളം അറിയാം. അങ്ങനെ ഇന്ദ്രജിത്ത് അമ്പരാന്തേ പറഞ്ഞിടുന്നാൻ എന്നാണ് എഴുത്തച്ഛൻ പ്രയോഗിച്ചിരിക്കുന്നത്. ഇന്ദ്രജിത്ത് അമ്പരാന്തേ പറഞ്ഞിടുന്നാൻ. ആത്മജനോട് ഏറ്റു തോറ്റുപോയി ഇന്ദ്രജിത്ത്, അമ്പരാന്തേ മറഞ്ഞിടുന്നാൻ. അങ്ങനെ ഇന്ദ്രാത്മജ ആത്മജൻ എന്നാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. എഴുത്തച്ഛന്റെ പ്രയോഗങ്ങളൊക്കെ ഇങ്ങനെയാണ്. അപ്പൊ ഇന്ദ്രാത്മജൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രന്റെ പുത്രൻ ബാലി, ബാലിയുടെ പുത്രൻ. അതുകൊണ്ട് അവിടെ 2 ആത്മജ ശബ്ദം പ്രയോഗിച്ചത് ആത്മജൻ. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അംഗദൻ എന്നുള്ള അർത്ഥം കിട്ടും. ആ അംഗദനോട് ഏറ്റ് തോറ്റുപോയി ഇന്ദ്രജിത്ത്. അങ്ങനെ ഇന്ദ്രജിത്ത് ആകാശത്തിൽ അപ്രത്യക്ഷനാവുകയാണ്, മറഞ്ഞു പോവുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് യുദ്ധം അവസാനിച്ചു എന്ന് കരുതുന്ന ആ സന്ദർഭത്തിൽ പക്ഷേ ഇന്ദ്രജിത്ത് അന്തരീക്ഷത്തിൽ മറഞ്ഞു നിന്നുകൊണ്ട് വളരെ സൂത്രത്തിൽ തൻ്റെ ആ മായാവിദ്യ കൊണ്ട് ദിവ്യാസ്ത്രങ്ങളിൽ പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന
ഈ നാഗാസ്ത്രം പ്രയോഗിക്കുകയാണുണ്ടായത്. വാനരന്മാരുടെയും ശ്രീരാമലക്ഷ്മണന്മാരുടെയും നേർക്ക് ഈ നാഗാസ്ത്രം മറഞ്ഞു നിന്നുകൊണ്ട് ഇന്ദ്രജിത്ത് പ്രയോഗിച്ചു. ആ നാഗാസ്ത്രത്തിന്റെ ശക്തിയിൽ രാമലക്ഷ്മണന്മാരും വാനര സൈന്യവും മൊത്തത്തില് മോഹാലസ്യപ്പെട്ട് അവർ ആ നാഗാസ്ത്രത്തിന്റെ ബന്ധനത്തിൽ പെട്ടുപോവുകയാണ്. ഈ സന്ദർഭത്തിൽ എല്ലാവരും വാസ്തവത്തിൽ ഒന്ന് അന്ധാളിച്ചു പോയി. കാരണം ഇങ്ങനെ ഒരു സംഭവം പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ ഉടനെ തന്നെ മുനിമാരും ദേവന്മാരും ഒക്കെ ആ സന്ദർഭത്തിലേക്ക് വരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ അവിടെ വന്നിട്ട് ഇനിയിപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം എന്നുള്ളത് അവർ ആലോചിക്കുമ്പോൾ അവർക്ക് അറിയാം സംഗതി എന്താണെന്ന്. നാഗാസ്ത്രത്തെ പരാജയപ്പെടുത്തണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ നിർവീര്യമാക്കണമെങ്കിൽ അതിന് നാഗങ്ങളുടെ ശത്രുവായ ഗരുഡൻ തന്നെ വരണം. അപ്പോൾ അങ്ങനെയാണ് ആയുധങ്ങളുടെയൊക്കെ സജ്ജീകരണം നമ്മുടെ പുരാണങ്ങളിൽ കാണപ്പെടുന്നത്. അസ്ത്രങ്ങളും അവയ്ക്ക് പ്രത്യസ്ത്രങ്ങളുമുണ്ട്. ഇപ്പോൾ നമ്മളൊരു മിസൈൽ ഒന്ന് അയച്ചു കഴിഞ്ഞാൽ അതിനെ ഖണ്ഡിക്കാനായിട്ട് ഏത് തരത്തിലുള്ള മിസൈലുകൾ ഉപയോഗിക്കണം എന്നൊക്കെ ഇന്നത്തെ ശാസ്ത്രം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് പോലെ ഇവിടെയും ഒരു വായവ്യം എന്ന് പറയുന്ന ഒരു അസ്ത്രമുണ്ട്, വായു സംബന്ധമായിട്ടുള്ളതാണ്. അതുപോലെ ഇതൊക്കെ ദിവ്യാസ്ത്രങ്ങൾ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആഗ്നേയാസ്ത്രമുണ്ട്. നമുക്കിപ്പോൾ ആഗ്നേയാസ്ത്രം ഈ പേരുകളൊക്കെ തന്നെയാണ് നമ്മുടെ സൈനികർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിനെ നിർവീര്യമാക്കണമെങ്കിൽ വരുണാസ്ത്രം പ്രയോഗിക്കണം. ജലം. അതെ. അപ്പോൾ വരുണാസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ജലം വർഷിക്കുകയാണ് ചെയ്യുന്നത്. ജലം വർഷിച്ചാൽ അഗ്നി കെട്ടുപോകും എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാവുന്നതാണല്ലോ. അങ്ങനെയുള്ള ആയുധ പ്രയോഗം. അപ്പൊ ഇതിനെയൊക്കെയാണ് ഇത് ദിവ്യാസ്ത്രങ്ങൾ എന്നാണ് ഇതിന് പറയുന്നത് തന്നെ. ഈ ദിവ്യാസ്ത്രങ്ങൾ നേടിയിട്ടുള്ളവരാണ് പ്രഗത്ഭരായിട്ടുള്ള യുദ്ധവീരന്മാരായിട്ടുള്ള അന്നത്തെ ആരായിരുന്നാലും അവരെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആയുധങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ നാഗാസ്ത്രത്തെ നിർവീര്യമാക്കണമെങ്കിൽ ഗാരുഡം അല്ലെങ്കിൽ ഗരുഡാസ്ത്രം അല്ലെങ്കിൽ ഗരുഡൻ വരണം. ഗരുഡൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ നാഗാസ്ത്ര ബന്ധനത്തിൽ നിന്ന് ഇവരെ മോചിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കി അവർ ഗരുഡ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഗരുഡൻ ആ ഒരു സന്ദർഭത്തിലേക്ക്, ആ യുദ്ധരംഗത്തേക്ക് പ്രത്യക്ഷനാവുകയാണ്. ആ യുദ്ധരംഗത്തിലേക്ക് വരികയാണ്. ആ ഒരു വരവിനെ എഴുത്തച്ഛൻ വളരെ മനോഹരമായിട്ട് ഒരു 7-8 വരികളിലായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതായത് സപ്തദീപങ്ങളും സപ്ത അർണവങ്ങളും സപ്ത അചലങ്ങളും ഉക്ഷോഭമാംവണ്ണം സപ്താശ്വകോടി തേജോമയനായി സുവർണാദ്രി പോലെ പവനാശനനാശനൻ അബ്ധിതോയം ദിഥാഭിത്വ സ്വപക്ഷ യുഗ്മോദ്ധൂത ലോകത്രയത്തോടതിദ്രുതം നാഗാരി രാമപാദം വണങ്ങിയിടിനാൻ നാഗാസ്ത്രബന്ധനം തീർന്നിതു തക്ഷണി. വളരെ ചുരുക്കിയാണ് എഴുത്തച്ഛൻ പറഞ്ഞിട്ടുള്ളത്. വെറും 8 വരികളെ ഉള്ളൂ എങ്കിലും അതിനകത്ത് ഒരുപാട് കാര്യങ്ങളെ അടക്കിയിട്ടുണ്ട്, ഉൾക്കൊള്ളിച്ച് വെച്ചിട്ടുണ്ട്. നാഗാസ്ത്രബന്ധനം അവിടെ തീർന്നു കഴിഞ്ഞു. നാഗാരി രാമപാദം വണങ്ങിയപ്പോൾ അവിടെ കഴിഞ്ഞു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗരുഡൻ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഗരുഡൻ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് സാധാരണ വായിച്ചു പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല. സ്വപക്ഷ യുഗ്മോദ്ധൂത ലോകത്രയത്തോട് അതിദ്രുതം. സ്വപക്ഷം, സ്വന്തം ചിറക്, പക്ഷം ചിറക്. അപ്പോൾ സ്വപക്ഷ യുഗ്മോദ്ധൂത, യുഗ്മൻ 2, തൻ്റെ ആ 2 ചിറകുകളുടെ ശക്തി കൊണ്ട് ഉദ്ധൂതമായത് ഉയർത്തി പോകുന്ന അല്ലെങ്കിൽ ഇളകി മറിഞ്ഞു പോകുന്ന തരത്തിൽ, ലോകത്രയം ഇളകി മറിയുന്ന തരത്തിൽ, 3 ലോകങ്ങളും ഇളകി മറിയുന്ന തരത്തിൽ ആണ് ഗരുഡൻ വരുന്നത്. ആ വരവിൽ തന്നെ ആ ഗരുഡന്റെ എല്ലാ ഭാവവും എല്ലാ ശക്തിയും, എത്രത്തോളം ഗരുഡൻ എന്ന് പറഞ്ഞാലുള്ള ആ ഒരു സങ്കല്പവും ഒക്കെ അതിനകത്ത് എഴുത്തച്ഛൻ ഉൾക്കൊള്ളിച്ച് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അങ്ങനെ സപ്താശ്വകോടി തേജോമയനായി ഈ അബ്ധിതോയം ദിഥാഭിത്വ സ്വപക്ഷയുഗ്മോദ്ധൂത ലോകത്രയത്തോട് അതിദ്രുതം, വളരെ വേഗത്തിലാണ് ആ വരവും. നാഗാരി എന്ന് 2ാമത്തെ പ്രയോഗം, നാഗങ്ങളുടെ ശത്രു. ഗരുഡൻ എന്ന പദത്തിന് പകരം എഴുത്തച്ഛൻ ഉപയോഗിച്ച വാക്കുകളാണ്. ആ നാഗാരിയായ ഗരുഡൻ രാമപാദം വണങ്ങിയിരുന്നാൻ, എല്ലാവരും മോഹാലസ്യപ്പെട്ട് കിടക്കുകയാണ്. ഭഗവാന്റെ പാദങ്ങളിൽ ചെന്ന് ഗരുഡൻ നമസ്കരിക്കുന്നു. നാഗാസ്ത്രബന്ധനം തീർന്നിതു തക്ഷണി. ആ നിമിഷം തന്നെ
നാഗാസ്ത്രം കൊണ്ടുണ്ടായ ആ ബന്ധനം തീരുകയാണ് അവിടെ. നാഗാരി രാമപാദം വണങ്ങിയിരുന്ന നാഗാസ്ത്രബന്ധനം തീർന്നു ദക്ഷിണെ. ഉടനെ തന്നെ ശാഖാമൃഗങ്ങൾ എന്ന് പറയുന്നത് വാനരന്മാരെയാണ്. ശാഖാമൃഗങ്ങളും അസ്ത്ര നിർമുക്തരായി, ഈ അസ്ത്രത്തിൽ നിന്ന്, നാഗാസ്ത്രത്തിൽ നിന്ന് മോചിതരായി. അങ്ങനെ മോചിതരായിട്ട് അസ്ത്ര നിർമുക്തരായി ശോകവും തീർന്ന് അവരുടെ എല്ലാ ദുഃഖങ്ങളും അകന്ന് തെളിഞ്ഞു വിളങ്ങിനാൻ. അത് കഴിഞ്ഞ് പക്ഷിപ്രവരനും ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ബദ്ധസമ്മോദം അനുഗ്രഹമൊക്കെ നേടിക്കൊണ്ട് അത് പറന്ന് അകന്നു പോകുന്നതായിട്ടുമാണ് അവിടെ ചിത്രീകരിച്ചത്. ഏതാനും വരികളിലാണ് അത് പിന്നെ ആ ഗരുഡന്റെ സാന്നിധ്യം അവിടെ എഴുത്തച്ഛൻ അവതരിപ്പിച്ചിരിക്കുന്നത്.